examiner family. അപ്പോൾ നമ്മുടെ പ്രീ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാ മക്കൾക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളം എമ്പാട് 14 ജില്ലകളിലായിട്ട് നമ്മുടെ പ്രീ നീറ്റ് എക്സാം ഓഫ്ലൈൻ ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെയാണ് ഈ സെൻറ്റർ എന്നറിയാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പം ആർക്കെങ്കിലും നമ്മുടെ സെൻറ്റേഴ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കാണുക. അപ്പോൾ നമ്മളുടെ പ്രീ നീറ്റ് എക്സാം നടക്കുന്ന ഓഫ്ലൈൻ സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ്, ഓരോ ജില്ലകളിലും എക്സാംസ് നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് സമയത്തിന് ഒരു അരമണിക്കൂർ മുന്നേ തന്നെ നിങ്ങൾ എത്താൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ എക്സാം ഹാളിലേക്ക്. അതുപോലെ തന്നെ എങ്ങനെയാണ് എത്തുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു റിവീൽ, അല്ലെങ്കിൽ നമ്മുടെ എവിടെയൊക്കെയാണ് ടെസ്റ്റ് സെൻറ്റേഴ്സ് എന്നുള്ളത് നേരത്തെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി നമ്മളുടെ മെയിൻ വെബ്സൈറ്റിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ മെയിൻ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ ഇതുപോലൊരു ടാബാണ് നിങ്ങൾക്ക് ഓപ്പൺ ആവുക. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സാം ഹബ്ബ് എന്ന് പറയുന്ന ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ എക്സാം ഹബ്ബ് സെലക്ട് ചെയ്യുമ്പോൾ പ്രീ കീം, പ്രീ നീറ്റ്, ഇ സാറ്റ് എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ആണ് കാണാം. അതിൽ നമുക്കറിയാം നമ്മൾ എഴുതാൻ പോകുന്നത് പ്രീ നീറ്റ് ആണ്. സോ പ്രീ നീറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ പ്രീ നീറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രീ നീറ്റിൻ്റെ +1 ഹാൾ ടിക്കറ്റ് ഉണ്ട്, പ്രീ നീറ്റിൻ്റെ +2 ഹാൾ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യുക, വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതിന് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് പ്രീ നീറ്റ് എക്സാം ടെസ്റ്റ് സെൻറ്റർ എന്ന് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ പ്രീ നീറ്റിൻ്റെ എക്സാം ടെസ്റ്റ് സെൻറ്റർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രീ നീറ്റിൻ്റെ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല ദ ടെസ്റ്റ് സെൻറ്റേഴ്സ് അക്രോസ് കേരള എന്നൊക്കെ കാണാം. അപ്പോൾ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിറ്റി, അതിൻ്റെ വെന്യൂ നെയിം, അതുപോലെ തന്നെ അതിൻ്റെ അഡ്രസ്സ്, പിൻകോഡ്, നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ വരെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ സെൻറ്റേഴ്സിൻ്റെ ഇമേജിന് ഇപ്പോൾ ഡൗട്ട് ഉണ്ട്, ഏത് സെൻറ്റർ ആണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൻ്റെ ഇമേജും അവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ട്രിവാൻഡ്രം ആണെങ്കിൽ ഹീര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ് അഡ്രസ്സ്, കൃത്യമായിട്ട് പിൻകോഡ്. അതുപോലെ തന്നെ ഈ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അവിടേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും കേട്ടോ. ഇനി കൊല്ലമാണെങ്കിൽ UKF എഞ്ചിനീയറിംഗ് കോളേജ് ആണ്, അതിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആലപ്പുഴയാണെങ്കിൽ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, പത്തനംതിട്ടയാണെങ്കിൽ മാർ അത്തനേഷ്യസ് കോളേജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് തിരുവല്ലയാണ്. ദെൻ ഇടുക്കിയാണെങ്കിൽ മറിയൻ കോളേജ്. അപ്പോൾ കൃത്യമായിട്ട് അഡ്രസ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ കോട്ടയത്താണെങ്കിൽ ഏറ്റുമാനൂരപ്പൻ കോളേജ് ആണ്. എറണാകുളത്താണെങ്കിൽ ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എഞ്ചിനീയറിംഗ്. ദെൻ തൃശ്ശൂരാണെങ്കിൽ കൈലാസനാഥ വിദ്യാനികേതനാണ്. ദെൻ പാലക്കാടാണെങ്കിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പാലക്കാട്. മലപ്പുറം ആണെങ്കിൽ റീജിയണൽ എഡ്യൂസിറ്റി ആണ്. കാലിക്കറ്റ് ആണെങ്കിൽ സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരി ആണ് വരുന്നത്. അപ്പോൾ അഡ്രസ്സും ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും ടെസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ ഇമേജൊക്കെ നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. വയനാടാണെങ്കിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് മീനങ്ങാടിയാണ്. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സ് ആണ്, ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്, കണ്ണൂരാണെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ ഇവിടെ. ദെൻ കാസർഗോഡാണെങ്കിൽ LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇത്രയും സെൻറ്റേഴ്സ് 14 സെൻറ്റേഴ്സിലായിട്ടാണ് നമ്മളുടെ പ്രീ നീറ്റിൻ്റെ എക്സാം നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജില്ലകളിലുള്ള സെൻറ്റേഴ്സ് മനസ്സിലാക്കുക, അവിടേക്ക് എത്തിച്ചേരാനുള്ള മാർഗ്ഗങ്ങളൊക്കെ പാരൻസുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് നേരത്തെ തയ്യാറാക്കി വെക്കുക. അപ്പോൾ എക്സാമിന് ലേറ്റ് ആവാതിരിക്കുക, നേരത്തെ തന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് തന്നെ ടെസ്റ്റ് സെൻറ്റേഴ്സിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ മാക്സിമം പ്രീ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാവർക്കും എന്ത് ചെയ്ത് കൊടുക്കുക, ഈ ഒരു വീഡിയോ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.